الله عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിർളല്ലാഹ്. കഴിഞ്ഞ തിങ്കൾ വൈകിട്ട് 5-നും 8-നും ഇടയിൽ എൻ്റെ ജന്മദേശത്ത് 3 മരണങ്ങളാണ് നടന്നത്. അതെ, വിശുദ്ധ റമളാൻ എന്ന വിരുന്നുകാരൻ ഒരു മാസം നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ഒരുപാട് നന്മകളും പുണ്യങ്ങളും നമുക്ക് നേടിത്തന്ന് ആ അതിഥി ഒരു മാസം കൊണ്ട് തിരിച്ചു പോയപ്പോൾ അടുത്ത റമളാനെ സ്വീകരിക്കാൻ നമ്മിൽ ആരൊക്കെ അവശേഷിക്കും എന്ന് ഈ മരണവാർത്തകൾക്കിടയിലൊക്കെ നാം ആലോചിക്കുകയാണ്, ചിന്തിക്കുകയാണ്, അഥവാ ചിന്തിച്ചു കൊണ്ടിരിക്കണം. ഏതായാലും വിശുദ്ധ റമളാൻ ആ പുണ്യമാസത്തിൽ നാം കൈവരിച്ച, നേടിയെടുത്ത നല്ല ശീലങ്ങൾ കാറ്റിൽ പരത്തി അലക്ഷ്യമായ, ലക്ഷ്യബോധമില്ലാത്ത ജീവിത നടപടികളിലേക്ക് നീങ്ങാതിരിക്കാനെങ്കിലും നാം ഒക്കെ ബദ്ധശ്രദ്ധരാകേണ്ടതുണ്ട്. ഒരു പെണ്ണിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് നാം കേട്ടിട്ടുണ്ടല്ലോ. കുറേയൊക്കെ നെയ്തുണ്ടാക്കും, അധ്വാനിച്ച് പ്രയാസപ്പെട്ട്, പിന്നെ അതെല്ലാം തട്ടിത്തകർത്ത് എന്തെങ്കിലുമൊക്കെ വിടർത്തിക്കളയും. കല്ലത്തി നഖലത്ത് ഗസലഹ. എന്നാൽ അതേപോലെയാക്കരുത് വിശുദ്ധ റമളാൻ നേടിത്തന്ന ആത്മചൈതന്യം. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിനോട് ചേർത്തി വെച്ച് റബ്ബിൻ്റെ മുന്നിൽ അല്ലാഹ് ഞാൻ എന്നെ കാണുന്നു, എന്നെ വീക്ഷിക്കുന്നു, എൻ്റെ എല്ലാ മേഖലയും എൻ്റെ നാഥനുണ്ട് എന്ന ആ തിരിച്ചറിവോടെ മുന്നോട്ട് പോകണം. എത്രയാ നാം നിസ്കരിച്ചത്? സുന്നത്ത് നിസ്കാരങ്ങൾ, രാത്രി തറാവീഹ് ഉൾപ്പെടെ നിസ്കാരങ്ങൾ, ധാരാളം നന്മകളൊക്കെ ചെയ്തു, ഖുർആൻ പാരായണം ഒക്കെ, അതേപോലെ ദാനധർമ്മങ്ങളും ഒക്കെ. ഇനി റമളാനങ്ങ് കഴിഞ്ഞു, ഫർള് മാത്രം നിസ്കരിച്ചാൽ മതിയോ? അതുപോലും ഇല്ലാത്ത ചില ആളുകളൊക്കെ ഉണ്ടാകാം. റമളാൻ കഴിഞ്ഞപ്പോൾ ഫർള് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ പോലും ഉദാസീനത. ഒരു മുഅ്മിൻ അത് വരാൻ പാടില്ല, ഒരു വിശ്വാസിക്കത് വരാൻ പാടില്ല. പിന്നെയോ അതിൻ്റെ നിശ്ചയിക്കപ്പെട്ട സമയത്ത്, പരമാവധി അവ്വൽ വഖത്ത്, ആദ്യ സമയത്ത് തന്നെ ഞാൻ ചെയ്യും എന്ന് നമുക്ക് തീർച്ചപ്പെടുത്തലുണ്ടാകാം. ഇനി കഴിഞ്ഞില്ലേ, അല്പം വൈകിയാലും ആ വഖത്തിൻ്റെ സമയം വിട്ട് മറ്റൊരു സമയത്തേക്ക് ഇല്ല ഞാൻ നീട്ടില്ല എന്ന് നാം പ്രതിജ്ഞ എടുക്കുക. അതേപോലെ തന്നെ സുബ്ഹി എൻ്റെ ജീവിതത്തിൽ ഇനി ഖളയാകുന്ന പ്രശ്നമില്ല, സൂര്യോദയത്തിന് മുമ്പ് തന്നെ അത് ചെയ്യണം. എന്തിനാ സൂര്യോദയത്തിലേക്ക് കാത്തിരിക്കുന്നത്? ഫജ്ർ സാദിഖായി ആ വാങ്കിൻ്റെ സമയം അപ്പോൾ തന്നെ മുഅ്മിൻ എണീക്കയല്ലേ. പടച്ചവനെ ഭയപ്പെടുന്ന നല്ല വിശ്വാസികൾ രാത്രി എത്രയോ മണിക്കൂർ ഉറക്കമൊഴിക്കുന്നവർ പോലും ഇല്ലേ. മഹാന്മാരുടെയൊക്കെ രാത്രി ഇബാദത്ത് കേൾക്കുമ്പോൾ നാം അത്ഭുതപ്പെട്ടു പോകും. അവരെപ്പോൾ ഉറങ്ങുന്നു? അല്ലാഹു അഅലം. ഇരിക്കട്ടെ കൂട്ടുകാരെ, ഈ റമളാൻ കഴിഞ്ഞല്ലോ. മുഅ്മിനീങ്ങൾ, പ്രിയപ്പെട്ട ഉമ്മമാർ, അടുക്കളയും മറ്റ് ജോലി വിഷയങ്ങളുമൊക്കെയായി നമ്മുടെ ഉമ്മമാർ, സഹോദരിമാർ പാടുപെടുന്ന കഷ്ടപ്പാടുകൾ കാണുമ്പോൾ നമുക്ക് വളരെ അവരോട് ദയ തോന്നുന്നു. അള്ളാഹു അവർക്ക് ബറക്കത്ത് നൽകട്ടെ. ആ ജോലികൾക്കിടയിലൊന്നും ഇബാദത്തും പ്രത്യേകിച്ച് രാത്രി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും പരമാവധി ഒഴിവാക്കാതിരിക്കാൻ നോക്കുക. വാങ്ങിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പൊക്കൊന്ന് ശ്രമിച്ചാൽ നമുക്ക് എണീക്കാമല്ലോ. എണീച്ച് വുളൂ ചെയ്ത് തഹജ്ജുദ് അങ്ങ് നിസ്കരിച്ച്, അല്ലേ? രാത്രി നിസ്കാരത്തെക്കുറിച്ച് ഖുർആനിൽ തന്നെ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ടല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ അള്ളാഹു കൽപ്പിച്ചല്ലേ, പുതപ്പെട്ട് കിടക്കുന്ന പ്രിയ പ്രവാചകരെ, കുമില്ലൽ എണീറ്റ് നിസ്കരിക്കൂ എന്ന് പറഞ്ഞുവെങ്കിൽ രാത്രി നിസ്കാരത്തിൻ്റെ മഹത്വം ഖുർആൻ കൊണ്ടും വ്യക്തമാകുന്നു, ഒപ്പം തന്നെ ഹദീസ് കൊണ്ടും വ്യക്തമാക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അങ്ങയെ കാണുന്നത് എനിക്ക് വല്ലാത്ത മനസ്സിന് ഒരു സന്തോഷം, എൻ്റെ കണ്ണുകൾക്കാണെങ്കിൽ വളരെ ആനന്ദം. അതുകൊണ്ട് എനിക്ക് അവിടുന്ന് എല്ലാ കാര്യങ്ങളൊന്നും പറഞ്ഞു തരണം. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടത് വെള്ളത്തിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നീട് അബൂഹുറൈറ തങ്ങൾ ചോദിക്കുകയാണ്, ഒരു കാര്യം
ഞാനത് ചെയ്താൽ അക്കാരണത്വം കൊണ്ട് എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. എനിക്ക് അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത് എന്താ? താങ്കൾ അർഹതപ്പെട്ടവർക്ക് ഭക്ഷണം നൽകണം, സലാം പറയണം, കുടുംബബന്ധം ചേർക്കണം, ജനങ്ങൾ ഉറങ്ങുമ്പോൾ രാത്രി താങ്കൾ നിസ്കരിക്കുക, തഹജ്ജുദ്. അതെ, ഹദീസിൽ ധാരാളം സ്ഥലങ്ങളിൽ ഇത്തരം പരാമർശങ്ങളൊക്കെ കാണാം. ഇതിൽ പറഞ്ഞ ഒരു കാര്യം മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യമാണ്. നമ്മൾ ഈ റമദാൻ മാസത്തിൽ എത്രയോ പാവങ്ങൾക്ക് ലോകത്തിന്റെ നാനാഭാഗത്തും ഭക്ഷണ വിതരണം റമദാനിൽ മാത്രമാണ് അത് വേണ്ടത്? അല്ല, എപ്പോഴും വേണം. പാവപ്പെട്ടവന്റെ വിശപ്പ് മനസ്സിലാക്കി സഹായിക്കാൻ അങ്ങോട്ട് ചെന്ന് തുനിഞ്ഞിറങ്ങണം. അതാണ് യഥാർത്ഥത്തിൽ സഹായവും സാന്ത്വനവും ഒക്കെ. പരസ്പരം സലാം വർദ്ധിപ്പിച്ച് സന്തോഷങ്ങൾ പങ്കിട്ട് വിദ്വേഷങ്ങൾ മാറ്റിവെച്ച് ഹൃദയങ്ങൾ തുറന്നു വെച്ച് ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക. ഒപ്പം രാത്രി നിസ്കാരമാണല്ലോ നാം സൂചിപ്പിച്ചത്. അതുകൊണ്ട് രാത്രി നിസ്കരിക്കുക. ഇശാഇന്റെ ശേഷം റവാത്തിബ് സുന്നത്തുണ്ട്. വിത്തർ നിസ്കരിക്കണം. വിത്തർ രാവിലത്തെ സുബഹിയുടെ മുമ്പ് ഉറക്കമൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും അവസാനം രാത്രി നിസ്കാരം വിത്തറാക്കാൻ കഴിഞ്ഞാൽ നല്ലതാണ്. അതേസമയത്ത് ഒരു സഹാബിയോട് ഉറങ്ങുന്നതിന് മുമ്പ് വിത്തർ നിസ്കരിച്ച് കിടക്കാൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതും കാണാം. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തഹജ്ജുദും വിത്തറും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ റമദാൻ അങ്ങ് കഴിഞ്ഞല്ലേ ഉള്ളൂ, ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെക്കാം, അടുത്ത റമദാനിലേക്ക് തിരിച്ചെടുക്കാം എന്നൊന്നും വെക്കേണ്ടതില്ല. പിന്നെയോ എല്ലാവരും സ്വയം ശ്രദ്ധിക്കുക. ഒപ്പം നമ്മുടെ കുടുംബങ്ങളെയൊക്കെ ഇത് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഇൻഷാ അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരു സമർപ്പണ മനസ്സ് പ്രകടിപ്പിക്കാനുള്ള ഒരു നല്ല ദൃഢനിശ്ചയം എന്താവണം നമുക്ക് ഈ റമദാന്റെ ഉടനെ ഉണ്ടാകണം. അതേപോലെ തന്നെ ഇപ്പൊ പകലാണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ സുബഹിക്ക് നേരത്തെ എണീക്കുക. അങ്ങനെ സുബഹിന്റെ വാങ്ക് കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക സുബഹിയുടെ മുമ്പ്. അങ്ങനെയൊക്കെ പതിവാക്കുക. ആ സുന്നത്തിൽ ആദ്യത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും രണ്ടാമത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദും ഒക്കെ ഓതലൊരു സുന്നത്തുണ്ട്. ഫാത്തിഹ മാത്രം ഓതിയാൽ നിസ്കാരമാകും. ആദ്യത്തെ റക്അത്തിൽ അലം നശ്റഹും ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും, രണ്ടാം റക്അത്തിൽ അലം തർ കൈഫ സൂറത്തും ഖുൽ ഹുവല്ലാഹു അഹദും എന്നുകൂടിക്ക് ചേർക്കുകയാണെങ്കിൽ അതിന്റെ മഹത്വങ്ങളൊക്കെ ചില ഗ്രന്ഥങ്ങളിൽ വിവരിക്കുന്നത് കാണാം. അതൊക്കെ വളരെ സിമ്പിൾ ചെറിയ കാര്യങ്ങളല്ലേ, നമുക്കങ്ങ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറെ ഔറാദുമൊക്കെ ചെയ്ത് നമ്മുടെ സൂര്യൻ ഉദിച്ച് ഒരു 7 മണി ഉയർന്നാൽ മധ്യാഹ്നത്തിലെത്തുന്നതിൻ്റെ അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു സമയത്ത് ദുഹ നിസ്കരിക്കുക. 2 റക്അത്ത് അല്ലെങ്കിൽ 4 റക്അത്ത് 6 റക്അത്ത് 8 റക്അത്ത് വരെയൊക്കെ അങ്ങനെയുണ്ടല്ലോ. മഹാന്മാരുമൊക്കെ ഹദീസിന്റെ കിതാബിലും അങ്ങനെയുണ്ട്, അതുപോലെ ഫിഖഹിന്റെ കിതാബിലും ഒക്കെ കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഔസാനി ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസലാത്ത്, എൻ്റെ സ്നേഹിതൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് 3 കാര്യങ്ങൾ വസിയത്ത് ചെയ്തു. ഒന്ന് ബിസിയാമി സലാത്തത്തി അയ്യാമി മിൻ കുൽ ഷഹ്ർ, ഒരു മാസത്തിലെ 3 ദിവസത്തെ നോമ്പിനെ കുറിച്ച്. വറകഅത്തൈ ദുഹ, പിന്നെ 2 റക്അത്ത് ദുഹ നിസ്കരിക്കുക. വഅൻ ഊത്ര ഖബ്ല അൻ അർഖദ, ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് വിത്തർ നിസ്കരിക്കുക. ചിലരോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് അവസാന ഭാഗവും വിത്തർ പിന്തിക്കൽ നല്ലതാണ്, അവൻ എണീക്കുമെന്ന് ധൈര്യവും ഉറപ്പും ഒക്കെ ഉണ്ടെങ്കിൽ. ഇരിക്കട്ടെ, നമ്മൾ പറഞ്ഞു വന്നത് ളുഹ നിസ്കാരത്തിന്റെ കാര്യമാണ്. സുന്നത്തായ ളുഹ ഞാൻ അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു എന്ന നിയ്യത്ത് വെച്ച് ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ വശംസി ളുഹ, രണ്ടാമത്തെ ളുഹ വല്ലൈലി, ഈ സൂറത്തൊക്കെ സുന്നത്തുണ്ട്. പിന്നെയും 4ഉം 6ഉം ഒക്കെ നിസ്കരിക്കുകയാണെങ്കിൽ പല ചർച്ചകളുമൊക്കെ ഉണ്ട്. അത് പിന്നീടുള്ള ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഖുൽ ഹുവല്ലാഹു അഹദും ഒക്കെ ആകാം. ഏതായാലും വളരെ മഹത്വമുള്ള ശ്രേഷ്ഠമുള്ള നിസ്കാരമാണ്. നമ്മുടെ ഭക്ഷ്യദാരിദ്ര്യം പോലെയുള്ളതിനൊക്കെ ഈ നിസ്കാരവും അതിനുശേഷമുള്ള ചില ദുആ ഒക്കെ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിന്റെ ഭക്ഷണ പാനീയ കാര്യങ്ങളിലുമൊക്കെ ജീവിതത്തിന്റെ പ്രകൃതി വിഭവങ്ങളിലുമൊക്കെ ബർക്കത്തും അനുഗ്രഹവും ഒക്കെ ഉണ്ടാകും കേട്ടോ. അതിലൊക്കെ സംശയം വേണ്ട. നമ്മൾ റബ്ബിലേക്ക് സമർപ്പിക്കുക, റബ്ബിനോട് ചോദിക്കുക, ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കുക. പ്രത്യേകിച്ച് രാത്രി നാം തഹജ്ജുദും വിത്തറും പറഞ്ഞപ്പോൾ രാത്രി സമയത്തെ ഇസ്തിഗ്ഫാർ, അള്ളാഹുവിനോട് പൊറുക്കലിന് തേടുന്ന വിഷയങ്ങളുമൊക്കെ ധാരാളം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം. പടച്ചവനെ പൊറുക്കണേ മാപ്പാക്കണേ, ഇസ്തിഗ്ഫാർ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നല്ല, ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. അങ്ങനത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ ജീവിതത്തിൽ ഇസ്തിഗ്ഫാർ ചെയ്തിരുന്നു എന്ന് ഹദീസിന്റെ കിതാബുകൾ കാണുന്നത് നമുക്ക് പാഠമാകണ്ടേ? അതെ, വിശുദ്ധ റമദാൻ
നാം യാത്രയപ്പ് നൽകി. കണ്ണുനീരോടെയാണ്, സങ്കടത്തോടെയാണ്. എന്നാൽ അടുത്ത റമദാൻ സ്വീകരിക്കാൻ പടച്ച തമ്പുരാൻ നമുക്ക് ദീർഘായുസ് തരട്ടെ, ആരോഗ്യം തരട്ടെ, തൗഫീക്ക് നൽകട്ടെ. ഈ പ്രാർത്ഥനയോടൊപ്പം തന്നെ അടുത്ത റമദാന്റെ ഇടയിലുള്ള ഓരോ ദിനങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ എല്ലാം നമുക്ക് ഇബാദത്തുകളാൽ, താഴത്തുകളാൽ, പടച്ചന്റെ പൊരുത്തങ്ങളാൽ, സുന്നത്തിന്റെ വർദ്ധനവിനാൽ ഫലപ്രദമാകണം. പ്രത്യേകിച്ച് ഫർദ് പോലുള്ള കാര്യങ്ങൾ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. അതെ, വിട പറഞ്ഞ വിശിഷ്ട മാസത്തിൽ നാം പതിവാക്കിയ നല്ല ശീലങ്ങളും കർമ്മങ്ങളും ശിഷ്ടകാലത്ത് നമുക്ക് നിലനിർത്താൻ ജാഗ്രത പുലർത്താം. നമുക്കും കുടുംബത്തിനും മുസ്ലിം ഉമ്മത്തിനാകമാനവും നന്മയും രക്ഷയും കൈവരിക്കാൻ അള്ളാഹുവിനോട് നമുക്ക് കരങ്ങൾ ഉയർത്താം. ജഗന്യന്താവായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.